പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഐശ്വര്യ അക്ഷയ്, ഉദയഗിരി. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ അതിമനോഹരമായ ഒരു മലയോര ഗ്രാമമാണ് ഉദയഗിരി. പ്രദേശത്തിന്റെ കാഴ്ചകളും വർത്തമാനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഈ വിഷ്വൽ ട്രീറ്റിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അവതരണവും ആവിഷ്കാരവും ബെന്നി ചിറ്റടിയിൽ, ഉദയഗിരി. അറിവുകളുടെ ആകാശം വ്യാപിക്കുമ്പോഴും തലയുയർത്തി നിൽക്കുന്ന ഹരിതശ്യാമവർണ്ണങ്ങൾ ആരാധനാരൂപങ്ങളായി നിലനിന്നു. അങ്ങനെ കാടുതേടിയും നീരുതേടിയും ഭൂതലങ്ങൾ തിരഞ്ഞും കാൽപ്പനിക വിഭ്രാന്തിയുടെ കാഴ്ചകൾ ഉള്ളിലൊതുക്കിയും ഞങ്ങൾ നടന്നു. ഇത്തരം യാത്രകൾ ഹൃദയത്തിൽ നിറച്ചും അനുഭൂതികൾ വരയ്ക്കാനുള്ള നിറം തിരഞ്ഞും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള വാക്കുകൾ തേടിയും ഇങ്ങനെ നീങ്ങി. കാഴ്ചയുടെ ചെറിയൊരു ജാലകം ക്യാമറ കണ്ണുകളിലൂടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കരുതിയെടുത്തു. ഓർമ്മയുടെ ഒതുക്കുകല്ലുകളിൽ സുതാര്യമായൊരു സംഗീതം പനച്ചുകൊണ്ട് തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് വഴി പോകുന്ന കൂർഗ് ബോർഡർ റോഡിലൂടെ 33 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാർത്തികപുരം എന്ന സ്ഥലത്തെത്താം. കാർത്തികപുരം അങ്ങാടിയോട് ചേർന്നൊരു പുഴയുണ്ട്, കാർത്തികപുരം പുഴ. പ്രാചീന രേഖകളിൽ ഈ പുഴ കണ്ടമംഗലം പുഴ എന്നാണ് അറിയപ്പെടുന്നത്. കുടിയേറ്റ കാലത്ത് ഇത് പാട്ടപ്പാറ പുഴയാണ്. കാർത്തികപുരം പുഴ കുപ്പപ്പുഴയിൽ പതിക്കുന്നു. വർഷകാലത്ത് ശക്തമായ നീരൊഴുക്കുള്ള പുഴയാണിത്. ഈ പുഴ കടന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉദയഗിരി അങ്ങാടിയിലെത്താം. മലബാർ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി കുടിയേറ്റം നടന്ന ഒരിടമാണ് ഉദയഗിരി. കുടിയേറ്റത്തോടെയാണ് ഈ നാട്ടിൽ സ്ഥിരതയാർന്നൊരു ജനജീവിതത്തിന് സമാരംഭം കുറിക്കുന്നത്. ഇരുട്ടും വെളിച്ചവും ഇടകലർന്നു പടർന്നു കിടന്നിരുന്ന കൊല്ലികളിലേക്ക് ജനവാസത്തിൻ്റെ നിശാവിളക്കുകൾ തെളിഞ്ഞത് കുടിയേറ്റത്തിലൂടെയാണ്. വിയർപ്പിൻ്റെ മഷിമുക്കിയാണ് കുടിയേറ്റ കർഷകർ ഇവിടെ പുതിയ കാർഷിക സംസ്കൃതിയുടെ ചരിത്രമെഴുതി തുടങ്ങിയത്. ചരിത്രത്തിലെ പഴയ ശിലാലിഖിതങ്ങൾ വായിച്ച് സൂര്യസങ്കീർത്തനങ്ങൾ മനഃപ്പാടമാക്കുന്ന ഇലകളെ കണ്ടു നമുക്ക് നടക്കാം. സ്വപ്നങ്ങളിലേക്ക് കുളിർമയോടെ എത്തുന്ന പച്ചക്കിളിയുടെ പാട്ടു കേൾക്കാതിരിക്കരുത്. നാരകച്ചെടികളിൽ വേനൽ വിങ്ങുന്നതും കാണാതിരിക്കരുത്. കണ്ടമംഗലം പുഴയ്ക്ക് വടക്കേക്കരയിൽ ഇന്നത്തെ ഉദയഗിരി പഞ്ചായത്ത് അതിർത്തി വരെയുള്ള പ്രദേശങ്ങളെയാണ് പൊതുവെ ഉദയഗിരി മേഖല എന്നറിയപ്പെടുന്നത്. ഒരു പ്രാദേശിക ഭൂവിധാനത്തിന് പറയുന്ന പേരാണ് നാട്. പുഴാതി ദേവസ്വവും കുറ്റൂർ വേങ്ങിയിൽ തറവാട്ടുകാരുമായിരുന്നു ഈ കരവിധാനത്തിൻ്റെ അവകാശികൾ. 900 പൊതിപ്പാട് നെൽവിത്ത് വിതയ്ക്കാൻ കഴിയുന്നത്ര ഭൂവിസ്തൃതിയായിരുന്നു ഇവിടെ പുഴാതി ദേവസ്വത്തിനുണ്ടായിരുന്നത്. ഒരു പൊതിപ്പാട് സമം 30 സേറ്. മറുപാട്ട വ്യവസ്ഥയിലാണ് ഇവിടെ മിക്ക കുടിയേറ്റ കർഷകർക്കും ഭൂച്ചാർത്ത് കിട്ടിയിരുന്നത്. 12 വർഷം കഴിയുമ്പോൾ കുഴിക്കൂർ ചമയ വില വാങ്ങി ഒഴിവായിക്കൊള്ളാമെന്ന് ജന്മിക്ക് കുടിയാൻ എഴുതി കൊടുക്കുന്ന വ്യവസ്ഥാ പ്രമാണത്തെയാണ് മറുപാട്ടം എന്ന് പറയുന്നത്. വസ്തുവിൽ കുടിയാൻ വെച്ചുപിടിപ്പിക്കുന്ന സ്ഥിരദേഹണ്ണങ്ങൾ കുഴിക്കൂർ ചമയങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. വർഷത്തിൽ കൊടുക്കുന്ന ഭൂനികുതി പുറപ്പാട് എന്നാണ് അറിയപ്പെട്ടത്. 1956 ആഗസ്റ്റ് മാസം 1-ാം തീയതി ഉദയഗിരിയിൽ നിന്നുള്ള ആദ്യത്തെ മറുപാട്ടാധാരം മാതമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ ചാർത്തപ്പെട്ടു. സർക്കാർ സഹായങ്ങളൊന്നും കാര്യമായി ലഭ്യമല്ലാതിരുന്ന ആദ്യകാലങ്ങളിൽ പൊതുപ്പണിയെന്ന നാട്ടൊരുമയിലൂടെയാണ് വികസനത്തിൻ്റെ നാട്ടെഴുത്ത് ആദ്യം അടയാളപ്പെട്ടു തുടങ്ങിയത്. ഉദയഗിരി വികസന സമിതിയും അതിന് നേതൃത്വം കൊടുത്ത ഉദയഗിരി പള്ളി വികാരിയായിരുന്ന കിഴക്കരക്കാട്ട് കുഞ്ഞാഗസ്ത്യച്ചൻ എന്ന വൈദികനും ചരിത്രത്തിൻ്റെ നിയോഗങ്ങളായി നിലകൊള്ളുന്നു. ഉദയഗിരി വികസന സമിതിയുടെ സാഫല്യങ്ങളിലൊന്നാണ് 1980 രൂപീകൃതമായ ഉദയഗിരി പഞ്ചായത്ത്. ചരിത്രമൊരിക്കലും ഉറങ്ങുന്നില്ല. മഴക്കാലത്താണ് മലയോരത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കൂടുതൽ അനന്യമാകുന്നത്. പുല്ലുചാർത്തിയ കുന്നിൻപുറങ്ങളെ കോടക്കാറുകൾ തഴുകിപ്പോകുന്നത് കാണാം. സമതലം വിട്ട് കുന്നിൻ മുകളിലെത്തുമ്പോൾ
കാഴ്ചകളുടെ സീമകൾ വീണ്ടും വർദ്ധിക്കും. ഞാനെന്ന ബോധത്തിനപ്പുറം പ്രകൃതിയിൽ ഞാനത്ര ചെറുത് എന്ന ചിന്ത വളരും. നാം പ്രകൃതിയിലെ ഒരു കണിക മാത്രമാകുന്ന മുക്തിയുടെ നിമിഷങ്ങൾ. പുഴ ഏതാണ്ടൊരു മനുഷ്യജീവിതം പോലെയാണ്. പുഴയുടെ തുടക്കങ്ങൾ മിക്കതും രഹസ്യ സ്വഭാവത്തിലുമാണ്. എത്തിപ്പെടാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥാനത്തായിരിക്കും പുഴയുടെ ഉത്ഭവം. തുടക്കത്തിൽ പുഴ സ്വച്ഛവും നിർമ്മലവുമാണ്. മുന്നോട്ടുള്ള ഗതിയിൽ അതിനാഴവും പരപ്പുമേറുന്നു. അതിൽ മാലിന്യങ്ങൾ നിറയുന്നു. കനത്ത മഴക്കാലത്തിൻ്റെ ഭാവാന്തരങ്ങളിൽ അത് പ്രക്ഷുബ്ധവും ഭീഷണിയുമാകുന്നു. കല്ലുകളിലും പടർപ്പുകളിലും തട്ടിച്ചിതറുകയും കുഴികളിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ ഉപ്പുരസമുള്ള കടൽമുഖത്തെ ചുംബിച്ച് പുഴയും കടലും ഒന്നാകുകയും പ്രണയാക്ഷരത്തിരകളായി കരയെ പുണർന്നു പോകുകയും ചെയ്യുന്നു. കാട് അതിരിടുന്ന ഇടത്തേക്ക് മിന്നാമിനുങ്ങുകളും ഷഡ്പദങ്ങളും കൈകോർക്കുന്നു. കുടകൻ കാടും കുടകൻ കാറ്റും കുടകൻ പുഴയുമൊക്കെയായി പ്രകൃതിയുടെ പാരസ്പര്യത്തിലേക്ക് ഇഴചേർന്നു നിൽക്കുന്ന റിവർസ്റ്റോൺ വാലി റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ പ്രതല പരിസരങ്ങളിൽ നിന്നും ഞങ്ങൾ പകർത്തിയെടുത്തൊരു മൺസൂൺ ആംബിയൻസ്. ഉദയഗിരി പഞ്ചായത്തിലെ വായ്ക്കമ്പ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന റിവർസ്റ്റോൺ വാലി എന്ന റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാഴ്ചകളിലേക്ക് പോകാം. വാലി റിസോർട്ടിന്റെ ഉടമ രാജേഷ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. രാജേഷ് ഏട്ടാ, കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ വായിക്കമ്പയിലാണ് റിവർസ്റ്റോൺ വാലി സ്ഥിതി ചെയ്യുന്നത്. കേരള കർണാടക ബോർഡറിലാണ് നമ്മുടെ റിവർസ്റ്റോൺ വാലി റിസോർട്ട് വരുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ഇവിടെ റിസോർട്ട് നടക്കുന്നുണ്ട്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. പ്രകൃതിയും അതായത് വെള്ളച്ചാട്ടവും ഫോറസ്റ്റും ഒക്കെ ആയിട്ട് ഉള്ള ഒരു നാച്ചുറൽ റിസോർട്ടാണ് നമ്മുടെ റിസോർട്ട്. രാജേഷ് ഏട്ടാ, ഇവിടെ എത്ര കോട്ടേജ് അവൈലബിൾ ആയിട്ടുള്ള? നമുക്ക് 2 ലക്ഷറി കോട്ടേജും 2 പ്രീമിയം കോട്ടേജും ആണ് ഉള്ളത്. 2 AC 2 നോൺ AC, അങ്ങനെ 2 ടൈപ്പ് കോട്ടേജ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വന്നാല് എത്രമാത്രം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും? കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വാട്ടർ ആയിട്ടുള്ള എൻജോയ്മെന്റുകളാണ് കൂടുതലുള്ളത്. വെള്ളച്ചാട്ടം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നമ്മളെ റിവറിലാണെങ്കിലും കൊട്ടത്തോണി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സീസോ, സ്ലൈഡർ, കുട്ടികൾക്കുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ഏകദേശം ഓൾമോസ്റ്റ് ഉണ്ട്. കുട്ടികൾ ഹാപ്പി ആണെങ്കിൽ വലിയൊരു ഹാപ്പി ആണല്ലോ. രാജേഷ് ഏട്ടാ, എന്തുകൊണ്ടാണ് റിവർസ്റ്റോൺ വാലി റിസോർട്ട് വ്യത്യസ്തമാക്കുന്നത് മറ്റു റിസോർട്ടുകളെ അപേക്ഷിച്ച്? മറ്റ് റിസോർട്ടുകൾ ഒന്നുകിൽ അധികം ഹിൽ സ്റ്റേഷനുകളിലായിരിക്കും അധികം റിസോർട്ടുകൾ ഉണ്ടാവുക. നമ്മുടെ മെക്കാടം റോഡിൽ തന്നെയാണ് നമ്മുടെ റിസോർട്ട് തുടങ്ങുന്നത്. എല്ലാ വണ്ടിയിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും വരാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. അതായത് ഏത് ടൈപ്പിലുള്ള കാറാണെങ്കിലും ഒരു ബസ്സാണെങ്കിലും 45 സീറ്റിന്റെ ബസ്സിലൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഡേ പ്രോഗ്രാം ആയിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ സ്റ്റേ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആളുകൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടേജിന്റെ ഫ്രണ്ട് തന്നെ റിവർ വ്യൂ ആണ്. ബാൽക്കണിയിൽ ഇരുന്നാൽ തന്നെ റിവറാണ് കാണുന്നത്. ആ റിവറിനപ്പുറം വരുന്നത് കർണാടക ഫോറസ്റ്റ് വ്യൂ ആണ്. അതുപോലെ നമ്മുടെ തൊട്ട് തന്നെ വാട്ടർഫോൾസ് ഉണ്ട്. അതുപോലെ ഡേ പ്രോഗ്രാം ആയിട്ട് വരുന്നവരുണ്ട്. ഓരോരോ ബാങ്കിന്റെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രോഗ്രാം ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് വേൾഡ് ടൂറിസത്തിൽ തന്നെ പുതിയൊരു വ്യത്യാസം ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. അപ്പം നമ്മളെ ആലക്കോട് അല്ലെങ്കിൽ മലയോരത്തിലൊക്കെ ഉള്ള റിസോർട്ടുകളിലേക്കാണ് ഇനി കൂടുതൽ സാധ്യതയുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ വയനാട്, ഇപ്പം എല്ലാവരും ആദ്യം ചൂസ് ചെയ്യുന്നത് വയനാടായിരിക്കും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഏകദേശം മലപ്പുറം, തൃശ്ശൂർ വരെയുള്ള ആളുകളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് വയനാട്. എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ 2, 3, 4 മണിക്കൂർ കോഴിക്കോട് ചുരമൊക്കെ ബ്ലോക്കാണ്. ഒരു സ്ഥലത്ത് പോയി ഒരു സംഭവം കണ്ട് എൻജോയ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പം എല്ലാവരും നാട്ടിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ
അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നു. അങ്ങനെയാണ് നമ്മളെ അടുത്തേക്ക് ഒരു പ്രാവശ്യം വന്ന ആളുകൾ പറഞ്ഞറിഞ്ഞൊക്കെയാണ് നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് ആളുകൾ എത്തുന്നത്. ഈ റിസോർട്ടിന്റെ അടുത്ത് തന്നെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. നമുക്ക് ആ വെള്ളച്ചാട്ടം കൂടി കണ്ടിട്ട് വരാം. നവരത്ന പ്രീമിയം ഷോപ്പിലുള്ള മോഡലാണിത്. കിസ്ന എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാംഗിൾസ് ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. 30,000 രൂപ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 10% മാത്രമാണ് ഇതിൽ കുറവ് വരുന്നത്. ഉദയഗിരിയുടെ ആദ്യത്തെ പേര് പാട്ടപ്പാറ എന്നായിരുന്നു. പാർപ്പിടം വെക്കുന്നതിന് മുമ്പ് പള്ളി പണിയുക എന്നത് തിരുവിതാംകൂർ ക്രിസ്ത്യൻ പാരമ്പര്യമാണ്. ഉദയഗിരി പ്രദേശത്തൊരു പള്ളി സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കായി വിളിച്ചു ചേർത്തൊരാലോചനാ യോഗത്തിൽ വെച്ചാണ് പാട്ടപ്പാറ എന്ന പേര് മാറ്റി ഉദയഗിരി എന്ന സ്ഥലനാമം നിർദ്ദേശിക്കപ്പെട്ടത്. ഉദയഗിരി എന്ന പേരിൽ പോസ്റ്റ് ഓഫീസ് അനുവദിച്ചതോടെ ഈ സ്ഥലനാമം ഔദ്യോഗികമായി. ഉദയഗിരിയും അതിൻ്റെ ചുറ്റുവട്ടവും ആദ്യകാലത്ത് മടമ്പടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. സ്നേഹിതരെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഒരു വിഷ്വൽ ട്രീറ്റുമായി കാണുന്നതുവരെ ഏവർക്കും